ചില ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. അതിൻ്റെ ഉത്തരം തേടാം. ആർ അനന്തകൃഷ്ണനും പ്രശാന്ത് കൃഷ്ണനും എന്നോടൊപ്പമുണ്ട്. അനന്തൻ, ദിവസങ്ങളായി ചോദിക്കുന്ന ചോദ്യം, മൂന്നാമത്തെ നോട്ടീസാണ് പത്മകുമാറിന് ഈ പ്രത്യേക അന്വേഷണ സംഘം നൽകുന്നത്. പത്മകുമാർ എവിടെയാണ്? ഇന്ന് ഹാജരാകുമോ? അറസ്റ്റ് ചെയ്യപ്പെടുമോ? പത്മകുമാർ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പത്മകുമാർ ഈ കേസുമായി ബന്ധപ്പെട്ട് പത്മകുമാർ എന്ന് പറഞ്ഞ പേര് ആ പ്രതിപട്ടികയിലില്ല. പക്ഷേ 2019 ദേവസ്വം ബോർഡ് എന്നുള്ള ഒരു പേര്, ഒരു ഡെസിഗ്നേഷൻ ആ FIR-ലുണ്ട്. അതിൽ 2019 ബോർഡ് എന്ന് പറയുന്നത് ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ അടക്കമുള്ള 2 അംഗങ്ങളും കൂടി ചേർന്നതാണ്. അപ്പോൾ ഈ കേസിലെ എല്ലാ പ്രതികളെയും അറസ്റ്റ് ചെയ്യുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ജയശ്രീ മാത്രമേ ഉള്ളൂ മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ട് കോടതിയിൽ പോവുകയും അവരുടെ അറസ്റ്റ് തടയുകയും ചെയ്തിട്ടുള്ളത്. ബാക്കി ആരുടെയും അറസ്റ്റ് തടഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കേസിൽ പ്രതിയേർക്കപ്പെട്ട ഒരാളുടെ, പ്രത്യേകിച്ച് അതിൽ ഉന്നത സ്വാധീനമുള്ള ഒരാളുടെ അറസ്റ്റാണ് ആദ്യം അന്വേഷണ സംഘം ഉറപ്പുവരുത്തുന്നത്. കാരണം സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും ഒക്കെയുള്ള സാധ്യതയുള്ളതുകൊണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറസ്റ്റായ N. വാസുവിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിലും അത് വായിച്ച തമാശയാണ്. ഇത്രയും ദിവസം അന്വേഷണം തുടങ്ങി ഇത്രയും ദിവസം പുറത്തു നിന്ന N. വാസു ഉന്നതനാണ്, ഉന്നത ബന്ധമുള്ള ആളാണ്. അതിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിലും N. വാസുവിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിലും എഴുതിയിട്ടുണ്ട്, പ്രതിക്ക് ജാമ്യം കൊടുക്കരുത്, സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കും, തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുമെന്ന്. അപ്പോൾ ഇത്രയും ദിവസം ഇവർ ഈ അറസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ഈ തെളിവ് നശിപ്പിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് സംശയം തോന്നും. അപ്പോൾ പത്മകുമാറിൻ്റെ അവസ്ഥ അതാണ്. ഇനിയിപ്പോൾ ഇന്നോ നാളെയോ ഒക്കെ പത്മകുമാറിൻ്റെ ഒരു അറസ്റ്റ് ഒരു പക്ഷേ നടന്നു നിൽക്കുക, അതിലും എഴുതും സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കും, ജാമ്യം കൊടുക്കരുത്. അവർക്ക് ജാമ്യം കൊടുക്കുന്നതും ഈ അറസ്റ്റ് ചെയ്യാതെ പുറത്ത് നിൽക്കുന്നതും ഒക്കെ ഒരുപോലെ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തി വിടുന്നതായിരിക്കും നല്ലത്. കാരണം ഇത്രയും ദിവസം പുറത്തു നിന്ന ഒരു വ്യക്തിയെ വിളിച്ച് അറസ്റ്റ്, ഇപ്പൊ വാസുവിന് പോലും ഇനിയിപ്പോ ഈ വാസുവിനെ ഇപ്പം റിമാൻഡിലിട്ടിട്ടുണ്ട്. ഇവരെല്ലാം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളാണ്. തീർച്ചയായിട്ടും രേഖകളൊക്കെ ഇവർക്ക് മാറ്റാൻ ശേഷിയുള്ള ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾ പുറത്ത് നിൽക്കുമ്പോൾ ഇത്രയും സാവകാശം നൽകുന്ന അപകടമാണെന്നുള്ള തിരിച്ചറിയാനുള്ള ബോധം ഈ SITക്ക് വേണം. ഒന്നാമത്തെ കാര്യം. 2, ഈ പറയുന്ന രീതിയിൽ എന്തുകൊണ്ടാണ് ഈ പത്മകുമാർ ഇങ്ങനെ ഈ നോട്ടീസിനോട് മുഖം തിരിക്കുന്നത്? പത്മകുമാറിന് അങ്ങനെ ഒരു ആത്മവിശ്വാസം മറ്റേതെങ്കിലും രീതിയിലുണ്ടോ, അതോ ഭയന്നിട്ടാണോ? എന്താണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. 2 തവണ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ തവണ അദ്ദേഹം ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞാണെന്ന് തോന്നുന്നു ഒഴിഞ്ഞു മാറിയത്. 2ാമത്തെ തവണ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു മരണപ്പെട്ടു. അതിൻ്റെ സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് ഇന്നലെ മെനഞ്ഞാന്ന് വരെ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ടായിരുന്നു. ഇന്നലെ അദ്ദേഹം ചോദ്യം ചെയ്യാൻ വരുമെന്നുള്ള സൂചന ഉണ്ടായിരുന്നു, വന്നില്ല. ഇന്നും വരും എന്നുള്ള വിവരങ്ങൾ ഉണ്ട്, പക്ഷേ ഇതുവരെ വന്നില്ല. പക്ഷേ അദ്ദേഹം വന്നില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യും എന്നൊക്കെയുള്ള സൂചനകൾ അന്വേഷണ സംഘത്തിൽ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ അറസ്റ്റ് ചെയ്യുകയാണെന്ന് വെച്ചോ, എന്തിനാണ് ജാമ്യം കൊടുക്കാതിരിക്കേണ്ടത്? N. വാസുവിനെ ഇപ്പോൾ എന്തിനാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത്? N. വാസു ഈ അന്വേഷണം തുടങ്ങി N. വാസു അറസ്റ്റ് ചെയ്യപ്പെടേണ്ട വ്യക്തിയാണ് എന്നുള്ള കാര്യം നമുക്കിപ്പോൾ ബോധ്യമായല്ലോ. അതുകൊണ്ടാണല്ലോ SIT അറസ്റ്റ് ചെയ്തത്. പക്ഷേ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടം ഏതാണ്? അറസ്റ്റ് ചെയ്യുന്ന ഘട്ടമെന്ന് പറയുന്നത് ഈ അന്വേഷണം തുടങ്ങി ഏതാണ്ട് ഒരു മാസം പിന്നിട്ട് കഴിയുമ്പോഴാണ് അതിൽ ഏറ്റവും ഉന്നതരായ വ്യക്തികളിലേക്ക് അറസ്റ്റ് പോലുള്ള നടപടികൾ വരുന്നത്. അപ്പോൾ N. വാസുവിനെ അറസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്തിനാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പാർപ്പിച്ചിരിക്കുന്നത്? N. വാസുവിനെ വീട്ടിൽ പോകാൻ അനുവദിച്ചൂടെ? N. വാസു ഇത്രയും നാളും പുറത്തല്ലേ നിന്നത്? N. വാസു ഇത്രയും കാലം പുറത്ത്, അതല്ല പ്രതീക്ഷ, അല്ല ഒറ്റക്കാര്യം ഒരു സാധാരണ പൗരൻ എന്ന രീതിയിൽ എനിക്ക് തോന്നുന്ന സംശയമാണ്. ഈ അന്വേഷണം തുടങ്ങി ഇത്രയും കാലം, കഴിഞ്ഞ ആഴ്ച N. വാസു അറസ്റ്റിലാകുന്നത് വരെ N. വാസു വെറുതെ കൈകെട്ടിൽ നോക്കിയിരിക്കായിരുന്നു. ആ കാലഘട്ടങ്ങളിലൊന്നും ഈ തെളിവ് നശിപ്പിക്കാൻ എനിക്കറിയില്ല. അതാണ് നമുക്കെല്ലാം ഞാൻ ഈ കാര്യങ്ങൾ വിളിച്ച് ദേവസ്വം ബോർഡിൽ തിരക്കി എന്ന് വരെ അദ്ദേഹം പരസ്യമായി പറഞ്ഞതാണ്. തീർച്ചയായിട്ടും അല്ല, നമ്മൾ ഈ നിയമ നടപടികളിൽ നമുക്ക് ഏറ്റവും പരിഹാസം തോന്നുന്ന ഒരു കാര്യമാണത്. കാരണം ഈ കേസിന്റെ അന്വേഷണത്തിന്റെ പ്രതിപട്ടിക എടുത്തു കഴിഞ്ഞാൽ SIT സംശയിക്കുന്നതിന്റെ അല്ല, എന്താണ് ഈ വാസുവിലേക്കും പത്മകുമാറിലേക്കും വരുമ്പോൾ ഇങ്ങനെ ഒരു മെല്ലപ്പോക്ക് വരുന്നത്? കാരണം N. വാസുവിനെ അറസ്റ്റ് ചെയ്യും. N. വാസു പ്രതിപട്ടികയിലുണ്ട്. 3ാം പ്രതിയായിരുന്നു കമ്മീഷണർ, 2019 കമ്മീഷണർ. അന്വേഷണം വന്നു, ഒരുപക്ഷെ തെളിവ് ശേഖരിക്കുന്നതിന്റെ ബുദ്ധിമുട്ട്, മറ്റു മൊഴികൾ. പക്ഷേ നിങ്ങൾ പ്രതിപട്ടികയിൽപ്പെടുത്താൽ, സാധാരണഗതിയിൽ പ്രതീക്ഷനെതിരെ കേസെടുക്കുകയാണ്, പ്രതിപട്ടികയിൽ FIR ഉൾപ്പെട്ടു, ഉടനെ എന്താ ചെയ്യുന്നത്? പോലീസ് അറസ്റ്റ് ചെയ്യും. അറസ്റ്റ് ചെയ്ത് ഇയാൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനശേഷി ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്ത് ജുഡീഷ്യൽ ഹൈക്കോടതിയുടെ 2 ഉത്തരവ് വന്നത് ഒരുപാട് ലക്ഷക്കണക്കിന് വരുന്ന തീർത്ഥാടകർ, ശബരിമല ഭക്തർ, ഇതിലൊക്കെ തന്നെ ഒരു നെല്ലും പതിരും തിരിയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ചോദിക്കുന്ന സംശയമാണ് ഇപ്പോൾ അനന്തരം ഉന്നയിച്ചത്. അപ്പോൾ പ്രശാന്ത്, ഇനി ഒരു കാര്യം, ഇന്നിപ്പോൾ പുതിയ ഭരണസമിതി വരികയാണ്. നാളെ ഇപ്പോൾ മണ്ഡലകാലം ആരംഭിക്കുകയാണ്. ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് താൻ നിഷ്കളങ്കനാണ് എന്ന് 2 കൈയും ഇങ്ങനെ മണത്തിക്കൊണ്ട് പറയുകയാണ്. അദ്ദേഹം പറയുകയാണ്, എൻ്റെ കൈകൾ ശുദ്ധമാണ്, മടിയിൽ കനമില്ല, എനിക്ക് ഇത്രമാത്രം വരുമാനമേ ഉള്ളൂ. പ്രതിപക്ഷ നേതാവിനെയാണ് വെല്ലുവിളിക്കുന്നത്. അങ്ങനെയെങ്കിൽ പ്രതിപക്ഷ നേതാവ് ആരോപണം ഉന്നയിക്കുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ആസ്തി തുറന്നു പറയാൻ തയ്യാറാകണമെന്ന്. അപ്പോൾ നിഷ്കളങ്കനായി
നമുക്ക് കാണാൻ കഴിയുമോ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ? ഈ മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് ഈ ദ്വാരപാലക ശില്പം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കയ്യിൽ കൊടുത്തു വിട്ടല്ലോ, കയ്യിൽ കൊടുത്തു വിട്ടില്ല, കൈമാറി സ്പെഷ്യൽ കമ്മീഷനെ അറിയിക്കാതെ ഈ നടപടി സ്വീകരിച്ചു. അന്ന് മുതൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം തന്നെയാണിത്, താൻ നിഷ്കളങ്കനാണെന്നുള്ളത്. പിന്നെ പ്രതിപക്ഷ നേതാവ് പല ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ ആസ്തിയെക്കുറിച്ച് ഉന്നയിക്കുമ്പോഴെല്ലാം തന്നെ ഈ PS പ്രശാന്ത് തന്നെ നമ്മോട് സംസാരിച്ചപ്പോൾ ഇതേ വിശദീകരണങ്ങൾ നൽകിയാണ്. അപ്പോൾ അതിൽ പുതിയ വിശദീകരണങ്ങളൊന്നുമില്ല. പക്ഷേ പ്രശാന്ത്, ഇതേ കോടതി ഹൈക്കോടതി തന്നെ എഴുതി വെച്ചേക്കുവാണല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത് ഹൈക്കോടതി ആദ്യം ദേവസ്വം വിജിലൻസും പിന്നെ ഹൈക്കോടതി എല്ലാം തന്നെ ഇത് PS പ്രശാന്തിന്റെ ബോർഡിന്റെ വീഴ്ചകളെ കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഇന്നിപ്പോൾ ചുമതലയേറ്റ K ജയകുമാർ IAS പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ഏറ്റവും പ്രധാനം. അതിലെന്താണ് അദ്ദേഹം പറയുന്നത്? ശബരിമലയോടുള്ള വിശ്വാസം തിരിച്ചു പിടിക്കണം, പിന്നെ സംഭവിച്ച കാര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ല, ഇത് മാത്രമല്ല ഇനി വിശ്വാസം വ്രണപ്പെടാൻ പാടില്ല, ഏതൊക്കെ പഴുതുകളുണ്ടോ അതെല്ലാം അടയ്ക്കും, വിശ്വാസികൾക്ക് ഒരു വലിയ വിഷമമുണ്ട്. അതുവഴി അദ്ദേഹം എന്താണ് പറഞ്ഞു വരുന്നത്? തൊട്ട് മുൻപ് അല്ലെങ്കിൽ തൻ്റെ മുൻഗാമികളായിരുന്നവർ ശബരിമലയിലെ വിശ്വാസം ഭക്തരിൽ നശിപ്പിച്ചു എന്ന് തന്നെയല്ല. ഇപ്പോൾ ഞാനത് പറയുന്നില്ലെന്ന് പറഞ്ഞുള്ളൂ. പക്ഷേ ഇപ്പോൾ വല്ലാത്തൊരു പ്രതിസന്ധിയാണ് ശബരിമലയിലെ പ്രതിച്ഛായ സംബന്ധിച്ച് ദേവസ്വം ബോർഡുകൾ ഉണ്ടാക്കിയത് എന്ന് തന്നെ അദ്ദേഹം തുറന്ന് സമ്മതിക്കുകയാണ്. അപ്പോൾ തന്റെ മുൻഗാമികൾ ചെയ്ത വീഴ്ചകളെല്ലാം അദ്ദേഹത്തിന് അറിയാം, താനതിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. ഒരു കാര്യം പ്രശാന്തിന് ഒരു കാര്യം, ഈ സംഭവത്തോടുകൂടി ഈ കട്ടിളപ്പാളി സ്വർണ്ണപ്പാളിക്ക് ശേഷം ശബരിമലയിലുള്ള അവതാരങ്ങളെല്ലാം അവിടെ നിന്നും പൊടിതെറ്റിപ്പോയോ? അവതാരങ്ങൾ ഇനി അവിടെ വരില്ല എന്ന് പ്രശാന്തിന് ഉറപ്പുണ്ടോ? എങ്ങനെ പറയാൻ കഴിയും? ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തു വന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ദ്വാരപാലക ശില്പം കൊടുത്തു വിട്ടതിലെ സ്പെഷ്യൽ കമ്മീഷണർ അറിയാതെ കൊടുത്തു വിട്ടത് മാത്രമല്ല, അത് മറയ്ക്കാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു പീഠം ഞാൻ നിർമ്മിച്ചു നൽകി എന്ന് ഹൈക്കോടതി തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടാണല്ലോ ഇതും കൂടെ പുറത്തു വന്നത്. പക്ഷേ ഇതുപോലെ എത്ര സംഭവങ്ങളുണ്ട്. ഐഡന്റിറ്റി കാർഡ് ഈ പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുൻപ് അവതാരം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ബിന്നിൽ വാർത്ത കൊടുത്തിരുന്നതാണ്, സുനിൽ സ്വാമി എന്ന് പറയുന്ന വ്യക്തിയുടെ. അപ്പോൾ സുനിൽ സ്വാമി അവിടെ നിന്ന് ഹൈക്കോടതിയാണ് കുടിയൊഴിപ്പിക്കുന്നത്. പക്ഷേ കുടിയൊഴിപ്പിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ പേരിലുണ്ടായിരുന്ന ഒരു ആരോപണം അദ്ദേഹം ഈ പൂജകളൊക്കെ നേരത്തെ ബുക്ക് ചെയ്ത് വെക്കുക ഒക്കെ ചെയ്യും എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇപ്പോൾ ദേവസ്വം ബോർഡിന് പറയാൻ കഴിയുമോ ഈ പടിപൂജയൊക്കെ ആരുടെ പേരിലാണ് കൃത്യമായി? അതൊരു നമ്മൾ സാധാരണഗതിയിൽ ക്ഷേത്രങ്ങളിലൊക്കെ പോയാൽ ഇന്നത്തെ ആയില്യ പൂജ, ഇന്നത്തെ ഉദയാസ്തമന പൂജ, ഇന്ന ആൾ ഇന്ന അങ്ങനെ ഇത്ര വർഷത്തേക്കാണല്ലോ പടിപൂജ ബുക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അങ്ങനെ പടിപൂജ ബുക്ക് ചെയ്തിരിക്കുന്നവരുടെ മുഴുവൻ വിലാസവും അവരുടെ നാളും അഡ്രസ്സും പേരും ഒക്കെ അത് ഒന്ന് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ശബരിമല സന്നിധാനത്ത് ഏതൊക്കെ പൂജകളാണോ ബുക്ക് ചെയ്തിരിക്കുന്നത് ആ ബുക്ക് ചെയ്തവരുടെ പട്ടിക ഒന്ന് പുറത്ത് അല്ലെങ്കിൽ അവിടെ പ്രസിദ്ധീകരിക്കാമല്ലോ, അവരുടെ സൈറ്റിൽ തന്നെ പ്രസിദ്ധീകരിക്കാമല്ലോ. അങ്ങനെ പ്രസിദ്ധീകരിക്കാം. സാധാരണഗതിയിൽ എല്ലാ ക്ഷേത്രങ്ങളിലും പിടിമുറുക്കമോ അവിടെയെല്ലാം പിടിമുറുക്കും തന്നെയാണ് K ജയകുമാർ IAS പറയുന്നത്. ഇത് കഴിഞ്ഞ ദിവസം തന്നെ പലരും ഈ സ്പോൺസറുമായി ബന്ധപ്പെട്ട പല വാർത്തകളും പുറത്തു വരുമ്പോൾ ഇതുപോലെ പലരുമുണ്ട്. കേരളത്തിന് പുറത്തുള്ള പല വലിയ ഗ്രൂപ്പുകളുടെയും അവിടെ ശബരിമലയിലെ പല മുറികൾ കൈവശപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവരുടെ മാനേജർമാരുണ്ട്, അവർക്ക് വേണ്ടപ്പെട്ടവർ വരുമ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് K ജയകുമാർ IASന് കണ്ടെത്താനും തിരുത്താനുമുള്ള ഒരുപാട് കാര്യങ്ങൾ. എന്തായാലും നമുക്കൊരു ശുദ്ധികലശം പ്രതീക്ഷിക്കാം. മാത്രമല്ല ഇനി അവതാരങ്ങളൊക്കെ ഈ ഫണ്ടുമായിട്ട് സ്പോൺസറുമായിട്ടൊക്കെ വരുന്നവർ അല്പം ഭയപ്പെടും. വേറൊരു കാര്യമുണ്ട്, ഇത്തവണ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കയറിപ്പറ്റിയത് കീഴ്ശാന്തിയുടെ പരികർമ്മിയായിട്ടാണല്ലോ. അപ്പോൾ അങ്ങനെ പരികർമ്മിയായി വരുന്നവരെയൊക്കെ ഇപ്രാവശ്യം നിയന്ത്രിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കൃത്യമായി ഇന്റലിജൻസ് ഒക്കെ പോയിട്ട് അവരുടെ ഡീറ്റെയിൽസും ഒക്കെ എടുത്ത് അവരൊരു പട്ടികയൊക്കെ തയ്യാറാക്കിയിട്ടാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ ഇത്തവണ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ടാണല്ലോ. ഇപ്പോൾ ദ്വാരപാലക ശില്പത്തിന്റെ പാളിയൊക്കെ ഈ സീസണിൽ തന്നെ. ശരി, എന്തായാലും നമ്മൾ ആദ്യം മുതൽ തന്നെ അനന്തരായാലും പ്രശാന്തായാലും നമ്മുടെ മറ്റു റിപ്പോർട്ടേഴ്സ് എല്ലാം ശബരിമല കൈകാര്യം ചെയ്ത ആളുകളൊക്കെ സംക്ഷിപ്തമായി ശബരിമല കാര്യങ്ങൾ അത് യഥാവിധി നടക്കണം. ഒരു പൈസ പോലും നമ്മൾ ഭക്തർ നൽകുന്ന പൈസ പോലും മറ്റൊരു അന്യാധീനപ്പെട്ടു പോകാൻ പാടില്ല എന്ന ബോധ്യത്തോടു കൂടിയാണ് ഈ വാർത്തകളെ സമീപിക്കുന്നത്. അപ്പോൾ ഈ അടുത്ത മണ്ഡലകാലം ശുഭകരമാകട്ടെ. നമുക്ക് ഭഗവാനെ മനം നിറഞ്ഞ് തൊഴുത് ശബരിമലയിൽ നിന്ന് മടങ്ങാൻ കഴിയുന്ന ഒരു അവസരം ഈ ഭരണസമിതി അടക്കം ഉണ്ടാക്കും എന്ന് പ്രതീക്ഷിക്കാം.